നമസ്കാരം. ട്രെയിനിൽ വെച്ച് 5 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചവനെതിരെ പ്രതികരിച്ച വീണയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ വീണയുടെ ഇൻ്റർവ്യൂ നൽകുന്നു. എന്നാൽ ഇൻ്റർവ്യൂവിന് താഴെ ഞെട്ടിക്കുന്ന ചില കമൻറ്റുകൾ. ഇവൾ എന്തിനാണ് ഷോ കാണിക്കുന്നത്? ആരും ചെയ്യുന്നത് തന്നെയല്ലേ അവളും ചെയ്തത്? ഇതൊക്കെ നല്ല ഓവറാണ്. ആ ട്രെയിനിൽ അവൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അവൾക്ക് ചുറ്റും നിരവധി പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഉണ്ടായിരുന്നു. ആ നരാധവൻ പിഞ്ചു കുഞ്ഞിനെ തൻ്റെ പുതപ്പിനടിയിൽ ഒളിപ്പിക്കുന്നതും ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരും സ്ത്രീകളും അവിടെ ഇരിപ്പുറപ്പിച്ചത്. എന്നാൽ സ്വന്തം കുഞ്ഞല്ലാത്തതുകൊണ്ട് അവനൊന്നും നൊന്തില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ജീവൻ പണയം വെച്ച് വീണ ആ നരാധവനെ നേരിട്ടത്. അത്രയും ആളുകൾ യാതൊരു പ്രതികരണവും നടത്താതെ നോക്കുകുത്തികളായി ആദ്യമിരുന്നു. വീണ എന്ന പെൺകുട്ടി ചാടി അവന് നേർക്ക് വീണു. ആ പ്രതിയുടെ കയ്യിൽ ആയുധമുണ്ടോ, അയാൾ തന്നെ തിരിച്ചാക്രമിക്കുമോ എന്നൊന്നും വീണ ഭയന്നില്ല. അവളുടെ കണ്ണിലുണ്ടായിരുന്നത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ നിസ്സഹായ അവസ്ഥ. അത്തരമൊരു സ്ത്രീയെ സമൂഹ മാധ്യമങ്ങൾ ഇന്ന് ഏറ്റവും നികൃഷ്ടമായ നിലയിൽ വേട്ടയാടുമ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയും? ആ സ്ത്രീയുടെ ധൈര്യത്തെയാണ് പട്ടിഷോ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. പ്രതികരിക്കാൻ നട്ടലില്ലാത്ത കുറേയേറെ ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്ക് മുന്നിലാണ് പലപ്പോഴും ബലാത്സംഗങ്ങളും പീഡനങ്ങളും ഒക്കെ നടക്കുന്നത്. ഭീരുക്കൾ കമൻറ്റ് ബോക്സിലെത്തി ആക്ഷേപിക്കും. ചിലർ ഇത്തരം ക്രിമിനലുകൾക്ക് ഓശാന പാടും. നിങ്ങളൊക്കെ ഈ ഷോ എന്ന് വിളിക്കുന്ന പട്ടി ഷോ അന്ന് ആ സ്ത്രീ കാട്ടിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ പിഞ്ചു കുഞ്ഞിനെ ആ ക്രൂരൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞേനെ. ഇല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ അയാൾ ആ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ചാടിയേനെ. നാട് നിലനിൽക്കണമെങ്കിൽ ഇത്തരം ഷോകൾ നടക്കണം. ഇത്തരം ധൈര്യശാലികൾ മുന്നോട്ട് വരണം. ആണുങ്ങൾ ഉൾപ്പെടെ കാഴ്ചക്കാരായി നിൽക്കുന്നിടത്താണ് ആ പെൺകുട്ടിയുടെ ധൈര്യം. അതാണ് കേരളം ആവശ്യപ്പെടുന്നതും. പ്രതികരിക്കാൻ ഒരു നിമിഷം വൈകിയിരുന്നു എങ്കിൽ കേരളം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയായിരുന്നേനെ നമ്മെ തേടിയെത്തുന്നത്. ട്രെയിൻ യാത്രക്കിടയിൽ 6 വയസ്സുകാരിയെ പീഡനത്തിൽ നിന്ന് രക്ഷിച്ച വീണയുടെ വാക്കുകൾ കേട്ട് കേരളം ഇപ്പോഴും വിങ്ങുകയാണ്. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കോച്ചിൻ്റെ തറയിൽ മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടക്കുന്ന ഒരു 6 വയസ്സുകാരി. എല്ലാവരും ഉറങ്ങി എന്നുറപ്പിച്ചപ്പോൾ ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് സ്വന്തം സീറ്റിൽ കൊണ്ടുപോയി ഒരുത്തൻ ഇരുത്തുന്നു. പിന്നീട് ആ കുഞ്ഞിനെ ഒരു പുതപ്പ് വെച്ച് മൂടുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവന് നേർക്കാണ് വീണ ചാടി എഴുന്നേറ്റ് ചെന്ന് പ്രതികരിച്ചത്. കൊട്ടാരക്കര കൊട്ടാത്തല വിപിൻ ഭവനിൽ VS വീണ എന്ന 36-കാരി അങ്ങനെ മാതൃദിനത്തിൽ ഹീറോ ആയി. രാത്രി 12:30 മണിക്ക് അമ്മ ശ്രീദേവിക്കൊപ്പം വീണ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ട്രെയിനിൽ കയറി. അമ്മയുടെ നേത്ര ചികിത്സാർത്ഥം തിരുനെൽവേലിയിലേക്കായിരുന്നു അവരുടെ യാത്ര. തിരക്കിലാരോ വീണയുടെ കാലിൽ തൊടുന്നത് പോലെ ഒരു തോന്നൽ. ഞെട്ടി ഉണർന്നു. എതിർദിശയിലിരുന്ന സാനിഷനിൽ നിന്ന് മോശമായ പെരുമാറ്റം. വീണ കട്ടയ്ക്ക് പ്രതികരിച്ചപ്പോൾ അയാൾ പിൻവലിഞ്ഞു. പിന്നീട് കാണുന്നത് തറയിൽ മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ അയാൾ എടുത്തുകൊണ്ടുപോയി സ്വന്തം സീറ്റിൽ ഇരുത്തുന്നത്. വീണ ആദ്യം കരുതി അത് അയാളുടെ കുട്ടിയാണെന്ന്. എന്നാൽ പുതപ്പിനടിയിലേക്ക് ആ കുട്ടിയെ മാറ്റുന്നു. സംശയം തോന്നിയ വീണ ഇതൊക്കെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അയാൾ സീറ്റിലിരുന്ന് മടിയിൽ ആ കുഞ്ഞിനെ കിടത്തുന്നു. പുതപ്പ് കൊണ്ട് മൂടി. പിന്നീട് അയാൾ ചെയ്തതൊന്നും വിശദീകരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നാണ് വീണ പറയുന്നത്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അയാളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തു. താൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് അയാൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ വീണ പകർത്തിയ മൊബൈൽ ദൃശ്യങ്ങൾ മറ്റ് യാത്രക്കാരെ കാണിച്ചു. ഇതോടെ യാത്രക്കാർ അയാൾക്കെതിരെ തിരിഞ്ഞു. യാത്രക്കാർ എല്ലാവരും ചേർന്ന് അയാളെ അത്യാവശ്യമൊന്ന് പെരുമാറി 1.5 മണിക്കൂറോളം തടഞ്ഞു വെച്ചു. 1:30-ഓടെ ട്രെയിൻ പുനലൂരിൽ. ഫോണിലൂടെ വിവരം നൽകിയതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ കാത്തു നിന്നിരുന്നു. അയാൾ പോലീസ് കൊണ്ടുപോകുന്നത് വരെ തനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് വീണ പറയുന്നത്. ഫോണിലെ തെളിവുകൾ അത്രയും വീണ പോലീസിന് കൈമാറി. പിന്നീട് അയാൾ ഒട്ടേറെ കേസുകളിലെ വലിയൊരു ക്രിമിനൽ പ്രതിയാണ് എന്ന് പോലീസ് കണ്ടെത്തി. മനസ്സ് പൊള്ളിയ ഒരമ്മയുടെ വിങ്ങൽ. ഇതിന് സമാനമായ മറ്റൊരു സംഭവത്തിലും വീണയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരാൾ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ഫോണിൽ രഹസ്യമായി പകർത്തുന്നു. ചോദിച്ചപ്പോൾ ഫോണിലൊന്നും പകർത്തിയില്ല എന്ന അയാളുടെ മറുപടി. പെട്ടെന്ന് അയാൾ ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. എന്നാൽ ആപ്പ് ഉപയോഗിച്ച് തിരികെ ദൃശ്യങ്ങൾ എടുത്ത് അയാളെ തന്നെ കാട്ടിക്കൊടുത്തു. പ്രതിയെ പോലീസിന് കൈമാറി. ഇത്തരം ധൈര്യശാലികളെയാണ് കേരളത്തിന് ആവശ്യം. മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വീണ. BSW ബിരുദധാരി. പേടിയോടെ പകച്ചു നിൽക്കുന്ന കുഞ്ഞിൻ്റെ മുഖം തൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല എന്നാണ് വീണ പറയുന്നത്. രാത്രിയിൽ എപ്പോഴോ അയാൾ കാലിൽ സ്പർശിക്കുന്നത് പോലെ തനിക്ക് തോന്നി. അത് തനിക്ക് അനുഭവപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നുവെന്നാണ് ഇപ്പോൾ വീണ ചോദിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അയാൾ ഇരിക്കുന്നു.
പുതപ്പിനടിയിൽ കുഞ്ഞിനെ ലാളിക്കുന്നത് താൻ നോക്കിയപ്പോൾ സ്വന്തം കുഞ്ഞാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അയാൾ അതിനെ താലോലിച്ചു. കുഞ്ഞ് അയാളുടേതാണോ എന്നറിയാൻ വീണ തൊട്ടടുത്തിരുന്ന തമിഴ്നാട് സ്വദേശിയോട് ചോദിച്ചു. അല്ലെന്നറിഞ്ഞതോടെ വീണ്ടും ജാഗ്രതയിലായി. പുതപ്പ് കൊണ്ട് വലത് കൈയും കുഞ്ഞിനെയും മറച്ച് ഉറങ്ങുന്നത് പോലെ പിന്നീട് അയാൾ ഇരുന്നു. പുതപ്പിനടിയിൽ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് കണ്ട വീണ ഞെട്ടിത്തരിച്ചു. ഉറക്കത്തിലും അയാൾ പീഡനം തുടരുന്നു. കുഞ്ഞ് തിരിയുകയും മറിയുകയും ചെയ്തു. അയാളുടെ ബാഗിൽ ആയുധമുണ്ടോ എന്നൊന്നും വീണയ്ക്കറിയില്ല. വീണയുടെ ഉള്ളിൽ ഭയം തോന്നി. എങ്കിലും പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അയാളുടെ കൈകളിൽ ഞെരിഞ്ഞമരുന്നത് ഒരു പിഞ്ചു കുഞ്ഞാണ്. ഇനിയൊരിക്കലും അയാൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. ഇത്തരക്കാർക്ക് വധശിക്ഷ നൽകണമെന്നാണ് വീണ പറയുന്നത്. കേസിൻ്റെ ഭാഗമായി എവിടെ വേണമെങ്കിലും പോയി മൊഴി നൽകാൻ താൻ തയ്യാറാണ്. ട്രെയിനിൽ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴാണ് ഇത്തരം ക്രൂരതകൾ. ഇയാൾ ട്രെയിനിൽ സ്ഥിരം യാത്ര ചെയ്യുന്നയാളാണ് എന്ന് പോലീസ് പറയുന്നു. പലപ്പോഴും ട്രെയിൻ യാത്രകളിൽ ഇത്തരം സ്ഥിരം ക്രിമിനലുകൾ ഇടം പിടിക്കാറുണ്ട്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടുക്രൂരത കൺമുന്നിൽ. എന്നിട്ടും ഭയന്ന് പിന്മാറാതെ അസാമാന്യ ധൈര്യത്തോടെ ഒരു പിഞ്ചു കുഞ്ഞിനെ കാമഭ്രാന്തനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ധീര വനിത തന്നെയാണ് വീണ. എല്ലാറ്റിനും ഒടുവിൽ യാത്രക്കാർ കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ചുണർത്തുന്നു. അപ്പോഴാണ് അമ്മ അറിയുന്നത് തനിക്കൊപ്പം ഉറങ്ങിയിരുന്ന പിഞ്ചു കുഞ്ഞിനെ ആരോ എടുത്തുകൊണ്ടുപോയ സംഭവം. താൻ എന്തു ചെയ്തു എന്ന് ചോദിച്ച പ്രതിയുടെ കരണത്ത് ആഞ്ഞടിച്ചുകൊണ്ടാണ് വീണ ആദ്യം തന്നെ പ്രതികരിച്ചത്. തൻ്റെ കയ്യിൽ കൃത്യമായ വീഡിയോ തെളിവുകളുണ്ട് എന്ന് മറ്റ് യാത്രക്കാരോട് വീണ പറഞ്ഞു. ആ കാമഭ്രാന്തൻ്റെ മുഖത്ത് നോക്കി ഇനി ഒരു കുഞ്ഞിനോടും ഈ പണി കാണിക്കരുത് എന്ന് വീണ അലറി. ബഹളം കേട്ട് ഓടിയെത്തിയ മറ്റ് യാത്രക്കാർ അയാൾ വട്ടം നിന്ന് പിടിച്ചു. ഇതോടെയാണ് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായത്. കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. പക്ഷേ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച മാനസികാഘാതം വളരെ വലുതായിരുന്നുവെന്ന് വീണ പറയുന്നു. പേടിച്ച് വിറച്ച് വല്ലാതെ കരഞ്ഞ കുഞ്ഞ് പിന്നീട് സീറ്റിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ഈ സംഭവത്തിൽ നിന്നും ആ പിഞ്ചു കുഞ്ഞ് എങ്ങനെ റിക്കവർ ആകുമെന്നാണ് വീണ ചോദിക്കുന്നത്. എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന തോന്നൽ ഒരുപാട് ക്രിമിനലുകളുടെ ഉള്ളിലുണ്ട്. ഇത്ര പരസ്യമായ ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം കിട്ടുന്നു? സ്വന്തം ജീവനോ സുരക്ഷയോ നോക്കാതെ ആ കുഞ്ഞിൻ്റെ കാവൽ മാലാഖയായി ദൈവം വീണയെ അങ്ങോട്ടേക്ക് അയച്ചു. ഇല്ലെങ്കിൽ ദൈവമേ, അത്തരമൊരു വാർത്ത കൂടി കേരളം കേൾക്കേണ്ടി വന്നേനെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.